അദ്ദേഹം പാർലമെന്റിൽ പോകുന്നുണ്ട്, വരുന്നുണ്ട്. 4 തവണ അദ്ദേഹം LDF നിന്ന് UDF ആയിട്ട് 4 തവണ നാല് തവണ പാർലമെന്റിൽ പോയി കഴിഞ്ഞു. ഈ 4 തവണയും പോയതും വന്നതും അല്ലാതെ ഈ അദ്ദേഹത്തിൻ്റെതായ ഈ നിയോജകമണ്ഡലത്തിൽ ഈ ആര്യങ്കാവ് മുതൽ അങ്ങ് കൊല്ലം വരെ കരുനാഗപ്പള്ളി ചവറ വരെ നീണ്ടു കിടക്കുന്ന ഈ നിയോജകമണ്ഡലത്തിൽ അദ്ദേഹം കൊണ്ടുവന്ന ഏത് കേന്ദ്ര പദ്ധതിയുണ്ട്? 45 കൊല്ലം മുമ്പേ, 42-43 വർഷം മുമ്പേ തുടങ്ങി വെച്ച ഒരു കൊല്ലം ബൈപ്പാസ്, അത് ഈ അടുത്ത കാലത്താണ് പണി പൂർത്തിയായത്. അതും ഇടതുപക്ഷ സർക്കാർ, ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിന് വന്നതിന് ശേഷം സ്ഥലമെടുപ്പും കാര്യങ്ങളെല്ലാം വേഗത്തിലാക്കിക്കൊണ്ടാണ് ആ പണി പൂർത്തിയാക്കുക. 43 വർഷം മുമ്പ് തുടങ്ങിയ പണിയാണ്. അപ്പൊ അത് തീർക്കാൻ അദ്ദേഹം ആദ്യമായിട്ട് പാർലമെന്റിൽ പോയതല്ല, 2 തവണ പാർലമെന്റിൽ പോയിരുന്നു അദ്ദേഹം ഇതിനു മുമ്പ് LDF-ലുള്ളപ്പോൾ. അത് കഴിഞ്ഞ് UDF-ൽ പോയിട്ടാണ് അദ്ദേഹം 2 തവണ പോയത്. അങ്ങനെ 4 തവണ അദ്ദേഹം പാർലമെന്റിൽ പോയിട്ടുണ്ട്. ഈ 4 തവണ പോയിട്ടും 43 വർഷം പിന്നിട്ട് ഒരു ഹൈവേ തീർക്കാൻ, ഒരു ബൈപ്പാസ് തീർക്കാൻ സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണി സർക്കാർ അധികാരത്തിൽ വരേണ്ടി വന്നു. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രവൃത്തി ഏതാണ്? അദ്ദേഹം കൊണ്ടുവന്ന ഒരു പദ്ധതി, ഈ കശുവണ്ടി വ്യവസായം കൊല്ലം ജില്ലയിൽ തകർന്നടിഞ്ഞത് കേന്ദ്ര നയത്തിന്റെ ഭാഗമായിട്ടാണ്. അതിനെതിരെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? ആ പ്രതിസന്ധി ഒന്ന് തരണം. ഇപ്പൊ കേരള ഗവൺമെന്റിന്റെ കശുവണ്ടി മേഖലയിലുള്ളതെന്ന് പറയുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ, കാപ്പെക്സും കാഷ്യൂ കോർപ്പറേഷൻ, അവിടെയൊക്കെ പണിയുണ്ട്, ജോലിയുണ്ട്. പക്ഷെ സ്വകാര്യ കശുവണ്ടി മുതലാളിമാരെ അവര് തൊഴിൽ കൊടുക്കുന്നതിൽ പരാജയപ്പെട്ടു. കാരണം വ്യവസായം തന്നെ തകർച്ചയിൽ വന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ ചില ടാക്സുകളും നയങ്ങളുമാണ്. അതിനെതിരെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? ചുമ്മാ ഞാനത് പറഞ്ഞിരുന്നു, പക്ഷെ അവർ കേട്ടില്ല എന്നുള്ളതല്ല. അദ്ദേഹത്തിന്റെ പ്രതിഷേധം പാർലമെന്റിൽ കേട്ടില്ല. അദ്ദേഹം അതിനൊരു വിജയം കൈവരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അപ്പൊ അദ്ദേഹം അതിൽ പരാജയപ്പെട്ടില്ല. ഇതിപ്പോ MLA അല്ലല്ലോ, കൊല്ലത്തുള്ള MLA അല്ലല്ലോ പിന്നെ കശുവണ്ടി വ്യവസായത്തെ പറയാൻ ഡൽഹിയിൽ പോകുന്നത്. ഡൽഹിയിൽ നിന്ന് സ്വീകരിച്ച കേന്ദ്ര ഗവൺമെന്റിന്റെ ചില നയങ്ങളാണ് കശുവണ്ടി വ്യവസായത്തെ തകർത്തത്. സ്വകാര്യ മേഖലയും കൂടി ഉൾപ്പെട്ടതാണ് കശുവണ്ടി മേഖല. ഭൂരിപക്ഷം വരുന്ന ഫാക്ടറികളും സ്വകാര്യ മേഖലയാണ്. കൊല്ലം ജില്ലയിൽ, കേരളത്തിൽ തന്നെ കശുവണ്ടി വ്യവസായം ചെയ്യുന്നവരാകെ തകർന്ന് തരിപ്പണമായി. അവർ തകർന്നതോടുകൂടി തൊഴിലാളിക്ക് ജോലിയില്ലാതെയായി. ഫാക്ടറികൾ പ്രവർത്തിക്കണമല്ലോ. അപ്പൊ അതിലൊന്നും ശ്രീ പ്രേമചന്ദ്രൻ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് സാധാരണക്കാരായ ജനങ്ങൾക്കറിയാം. അത് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ ചോദിച്ചതുകൊണ്ട്. എനിക്ക് ആ മൃദു സൗകര്യനെ പറ്റിയല്ല എൻ്റെ അഭിപ്രായം, നാട്ടുകാരുടെ അഭിപ്രായമാണ്. കാരണം വെച്ചാൽ അത്രയൊക്കെ അടുപ്പുകൊണ്ട് ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിക്കുന്ന ആളാണെങ്കിൽ എന്തുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ ഈ പാവപ്പെട്ട കൊല്ലത്തെ ജനങ്ങൾക്ക് വാങ്ങിച്ച് തന്നില്ല എന്നുള്ളത് ഞാൻ ചോദിക്കുന്നത്. അല്ലാതെ അദ്ദേഹത്തിന് അടുപ്പുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൊള്ളാം. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, അദ്ദേഹത്തിന് അടുപ്പമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൊള്ളാം. അദ്ദേഹം പിന്നെ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കൾ അവരുടെ വലിയ വലിയ പദവികൾ അവർക്ക് ലഭിച്ചെങ്കിൽ അവർക്ക് കൊള്ളാം വ്യക്തിപരമായി. സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്ക് ഇതുകൊണ്ട് എന്താ പ്രയോജനം? നമ്മളെ കിട്ടുന്ന അധികാരം കൊണ്ട്, MP സ്ഥാനം കൊണ്ട്, അല്ലെങ്കിൽ MLA സ്ഥാനം കൊണ്ട് പാവപ്പെട്ട ജനങ്ങൾക്ക് എന്ത് ഗുണം കിട്ടി? പൊതുജനത്തിന് എന്ത് ഗുണം കിട്ടി? അവരെ യാത്രാ സൗകര്യങ്ങൾ വർദ്ധിച്ചു. കൊല്ലത്ത് നിന്ന് ഒരൊറ്റ ചോദ്യം കിട്ടി. കൊല്ലത്ത് നിന്ന് പുനലൂരേക്ക് പോകുന്ന റോഡ്, ഈ 2 MP-മാരും ഉണ്ടല്ലോ, കൊല്ലം ചെങ്കോട്ട ആ റോഡ് നാഷണൽ ഹൈവേ എന്തുകൊണ്ട് വീതി കൂട്ടുന്നില്ല? എന്തുകൊണ്ട് നവീകരിക്കുന്നില്ല? ഇവർക്ക് എന്തായിരുന്നു പണി ഇത്രയും വർഷം? ഒരാൾ 38 വർഷം പാർലമെന്റിൽ പോയി, മാവേലിക്കര പാർലമെന്റ്, അടൂർ പാർലമെന്റുമായിട്ട്. ഇദ്ദേഹം കൊല്ലത്തെ MP 4 തവണ പോയി. ഞാൻ പറഞ്ഞത് 4 തവണ പോയി. ഈ 4 തവണ പോയിട്ടും ഈ കൊല്ലത്ത് നിന്ന് നിങ്ങളൊന്ന് കുണ്ട്ര നിശ്ചിതമായൊരു സമയത്ത് നിങ്ങൾ കൊല്ലത്ത് നിന്ന് കുണ്ട്ര വരെ യാത്ര ചെയ്തെത്താമെങ്കിൽ എന്ത് സമ്മാനം വേണമെങ്കിലും തരാം. കാരണം ഒരു വണ്ടി നിർത്തിയാൽ അതിന്റെ സൈഡിലൂടെ ഒഴിഞ്ഞു പോകാൻ മൂന്നാമതൊരു വണ്ടി, ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഞാൻ പറഞ്ഞു, ഈ ഹൈവേ 1 മീറ്റർ വലതുവശത്തേക്കും 1 മീറ്റർ ഇടതുവശത്തേക്കും ടാറിന്റെ വീതി ഒന്ന് കൂട്ടാൻ അവർ കഴിഞ്ഞിട്ടില്ല. കൂട്ടിയാൽ 2 വണ്ടി 3 വണ്ടി കിടക്കാം. അപ്പോൾ ബസ് സൈഡിൽ നിർത്തിയാലും മറ്റേ വണ്ടിക്ക് കയറി പോവാം. 2 വണ്ടിക്കപ്പുറം മൂന്നാമതൊരു വണ്ടി പോകാൻ ഒരു നാഷണൽ ഹൈവേക്ക് വീതി ഉണ്ടാക്കാൻ പറ്റാത്ത ഈ മഹാന്മാർ ഇനി എന്തോ ചെയ്യുമെന്നാണ് പറയുന്നത്. ഇനി എന്തുണ്ടാകാം? ഒന്നും വേണ്ടല്ലോ, ഒരു കുറച്ച് പണം അനുവദിപ്പിച്ചിട്ട് സ്ഥലമൊക്കെ ഇഷ്ടം പോലെ കിടക്കില്ലേ? ഇടതുവശത്തോട്ട് ഒരു മീറ്റർ ടാറിങ്, വലതുവശത്തേക്ക് 1 മീറ്റർ ടാറിങ്. അപ്പോൾ കൊല്ലത്തുനിന്ന് നമ്മളിങ്ങോട്ട് വരുമ്പോൾ അറിയാമല്ലോ, കുണ്ട്ര വരെ എത്തണമെങ്കിൽ, എഴുകോൺ വരെ എത്തണമെങ്കിൽ നമ്മൾ വളരെ പ്രയാസപ്പെടാം. ഈ പ്രയാസമെങ്കിലും പരിഹരിക്കാൻ ഇവർ കഴിഞ്ഞില്ലല്ലോ. ഞാൻ ഒരു ജാഥ നടത്തി. കൊട്ടാരക്കരയിൽ നിന്ന് ആര്യങ്കാവ് വരെ ഉള്ള റോഡ് തകർന്നു കിടക്കുകയായിരുന്നു, നടക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയായിരുന്നു. അതിലൂടെ ഒരു ജാഥ നടത്തി. ഞാൻ LDF-ൽ ഇരിക്കുമ്പോൾ തന്നെയാണ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തൊരു ജാഥ നടത്തി. ആ ജാഥയുടെ ഒരു പ്രതികരണം എന്ന നിലയിൽ അന്നത്തെ പൊതുമരാമത്ത് മന്ത്രി ശ്രീ G. സുധാകരൻ 60 കോടി രൂപ തന്നു. അതിലാണ് ഇന്ന് കാണുന്ന നിലയിൽ ഈ കൊട്ടാരക്കര മുതൽ പിന്നെ കൊട്ടാരക്കരയ്ക്ക് ഇപ്പുറത്തുനിന്ന് തുടങ്ങി അങ്ങ് ആര്യങ്കാവ് വരെ റോഡ് ഹൈവേ വൃത്തിയായിട്ട് കിടക്കുന്നത് അദ്ദേഹം സുധാകരൻ മിനിസ്റ്റർ ആയിരിക്കും, അദ്ദേഹത്തിൻ്റെ ഒരു സംഭാവനയാണ്. അല്ല, ഇവരാരും ഒന്നും ചെയ്തില്ല. അപ്പോഴും ഇവരാരും സമരത്തിനും ഇല്ലായിരുന്നു. ഇവർ അങ്ങനെ പൊളിഞ്ഞു കിടന്ന കണ്ടിട്ട് ആരുടെയും ശബ്ദം ഇവിടെ കേട്ടിട്ടില്ല. ഒരു ഭരണകക്ഷിയിലിരിക്കുന്ന ഒരു MLA ആയിട്ട് പോലും ഞാനൊരു 20-21 കിലോമീറ്റർ നീണ്ടുന്ന ഒരു യാത്ര, ഒരു പദയാത്ര രാവിലെ മുതൽ വൈകിട്ട് വരെ നടത്തി പെരുവെയിലത്ത്. അതിൻ്റെ ഒരു ഫലം എന്ന നിലയിൽ അതിന് ഫലമായി അദ്ദേഹം ഇടപെട്ടിട്ട് 60 കോടി രൂപ തന്നു. അതാണ് ആ റോഡ് ഇപ്പോൾ വൃത്തിയായിട്ട് കിടക്കുന്നത്.
അല്ലെങ്കിൽ ആറുകൊണ്ട് വളരെ തകർന്ന നിലയല്ല. എന്ത് ചെയ്തു ഇവരെന്താണ് കൊണ്ടുവന്നത്? ഇവരിപ്പോൾ പരിപാടി എന്ന് വെച്ചാൽ കേരള ഗവൺമെന്റ് കിഫ്ബിയുടെ പദ്ധതി ഉപയോഗിച്ച് കൊണ്ടുവന്ന പദ്ധതികൾ വരെ കേന്ദ്ര പദ്ധതിയാണെന്ന് പറഞ്ഞ് നരേന്ദ്രമോദിയെ പുകഴ്ത്താൻ BJP-കാരേക്കാൾ നന്നായി ഇവർ സംസാരിക്കുന്നുണ്ട് എന്നുള്ളത്. ഇതെല്ലാം ഒന്നും അവർക്കൊറ്റ കാര്യം പറയാനുള്ളൂ, ഇതൊന്നും പിണറായി സർക്കാരിൻ്റെതല്ല, LDF സർക്കാരിൻ്റെതല്ല, ഇതെല്ലാം കേന്ദ്രത്തിൻ്റെ ആണെന്ന് വരുത്തി തീർത്താൽ അവർ കൊണ്ടുവന്നാണെന്ന് ധരിക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. പക്ഷെ ഇവർ ഫലം എന്ന് പറയുന്നത് നമ്മുടെ പദ്ധതികൾ, ഭവന പദ്ധതി, ലൈഫ് ഭവന പദ്ധതി പോലും കേന്ദ്ര ഗവൺമെൻറ് ആണെന്ന് പറയാൻ ഈ MP-മാർക്ക് ലജ്ജയില്ല. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നരേന്ദ്രമോദി കൊണ്ടുവന്നതാണെന്ന് BJP-കാരെക്കാൾ നന്നായി ഇവർ പറയുന്നു എന്നുള്ളത് വലിയൊരു സംഭവം തന്നെയാണ്. ഇവർ നമ്മൾ അടുപ്പത്തെപ്പറ്റി ചോദിച്ചുകൊണ്ട് പറഞ്ഞ ഫലത്തിൽ ഇതാണ് വരുന്നത്. അല്ലാതെ അവർക്ക് എങ്ങനെയെങ്കിലും ഇടതുമുന്നണി സർക്കാർ ഒന്നും ചെയ്തില്ല എന്ന് പറയണം. മറ്റവർ ചെയ്തെന്ന് പറയുമ്പോൾ ഇവിടെ ചെയ്തതെല്ലാം അവരുടെയാണെന്ന് പറയാൻ ഇവർ തയ്യാറാവുകയാണ്. അതിൻ്റെ അർത്ഥം അങ്ങോട്ടാണ് അവരുടെ ഒരു പ്രതിബദ്ധത ശ്രീ നരേന്ദ്രമോദിയോട് തന്നെയാണ്. അത് നമുക്ക് വളരെ വ്യക്തമാണ്. അല്ല, സിനിമയിൽ പ്രവർത്തകർക്ക് വരാം, നാടക നടന്മാർ വന്നിട്ടുണ്ട്, സാഹിത്യകാരന്മാർ വന്നിട്ടുണ്ട്, ഡോക്ടർമാർ വന്നിട്ടുണ്ട്, വക്കീൽ, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ എന്താണ് രാഷ്ട്രീയമെന്നൊന്ന് പഠിക്കണം, എന്താണ് മനുഷ്യൻ്റെ മനസ്സെന്ന് പഠിക്കണം. ഒരു കലാകാരന് വർഗീയ രാഷ്ട്രീയമാകാമോ എന്ന ചോദ്യം ഞാൻ ചോദിക്കുന്നത്. ഒരു കലാകാരന് രാഷ്ട്രീയമാകാം, അദ്ദേഹത്തിന് സമുദായ പ്രവർത്തനം നടത്താം, അതിനൊന്നും കുഴപ്പമില്ല. ഇപ്പോൾ SNDP-യിൽ ജനിച്ച ഒരാൾ SNDP-യുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവുന്നത് തെറ്റില്ല. NSS ജനിച്ച ആൾ NSS-ൽ പങ്കാളിയാവണം. ക്രിസ്തുമതത്തിൽ ജനിച്ചവർ പള്ളിയിൽ പോകണം, പള്ളിയുടെ പരിപാടികളിൽ പങ്കെടുക്കുക, അതിനൊന്നും ഒരു കലാകാരനെ ബാധിക്കില്ല. പക്ഷേ താനൊരു മതത്തിൻ്റെ ആളാണെന്ന് സ്വയം പ്രഖ്യാപിക്കുകയും ഞാൻ എൻ്റെ മതത്തെ മാത്രം ഉയിരിനുയിരായി സ്വീകരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്ന ഒരാൾ കലാകാരനല്ല. കാരണം ഈ കലാകാരിയെയും സ്വീകരിക്കുന്നവർ ഒരു മതത്തിൽപ്പെട്ടവർ മാത്രമല്ല. നമ്മുടെ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു നാടകം ഇറങ്ങിയാൽ, ഒരു പാട്ടിറങ്ങിയാൽ, ഇപ്പോൾ യേശുദാസിൻ്റെ ജാതി നോക്കിയിട്ടാണ് നമ്മൾ പാട്ട് കേട്ടത്, അല്ലല്ലോ. യേശുദാസ് പറയണേ ഞാൻ ക്രിസ്ത്യാനിയാണ്, അല്ല എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ മാത്രം യേശുദാസിൻ്റെ പാട്ട് കേട്ടാൽ മതി. നമ്മുടെ ഗാനഗന്ധർവനാണ്, ഗാനഗന്ധർവനായ യേശുദാസ് നമ്മുടെ സ്വത്താണ്. അപ്പം അതുപോലുള്ളൊരു കലാകാരനെ ഒരിക്കലും ജനങ്ങൾ കലാകാരനായി കാണുന്നു, അതിൽ ജാതി കാണുന്നില്ല, അതിൽ രാഷ്ട്രീയം കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. പക്ഷേ ആ കലാകാരൻ അങ്ങോട്ട് ജനങ്ങളെ കാണുന്നത് ജാതി തിരിച്ചാകുമ്പോൾ വേദനയുണ്ട്. അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. വേറെ അങ്ങോട്ട് നോക്കുമ്പോഴേ നമ്മൾ പറഞ്ഞില്ലേ, കഥകളിക്കാരനെ എല്ലാവർക്കും അറിയാം, പക്ഷെ കഥകളിക്കാരനെ ആരെയും അറിഞ്ഞുകൂടാന്ന് പറയുന്നത്, ഈ കഥകളിക്കാരനെ എല്ലാവർക്കും അറിയാം, ആരാധിക്കുന്നു ഈ നടൻ. ആ നടൻ ജനങ്ങളെ കാണുന്നത് ഇവിടെ നിൽക്കുന്നവരെല്ലാം ഹിന്ദുക്കൾ, അപ്പുറത്തേക്കെന്നെല്ലാം മുസ്ലിങ്ങൾ, മറ്റത് ക്രിസ്ത്യാനികൾ എന്ന് കാണുന്ന ഒരു വേർതിരിവ് കാണിക്കുന്നത് ശരിയാണോ? ന്യായമായി ചിന്തിക്കൂ. ഇദ്ദേഹത്തിൻ്റെ സിനിമ കാണാൻ എല്ലാവരും പോയില്ലേ 2 ആഴ്ച മുമ്പും? ഇപ്പോഴും ഇനി അദ്ദേഹത്തിൻ്റെ സിനിമ ഇറങ്ങിയാലും എല്ലാ മതസ്ഥരും എല്ലാ രാഷ്ട്രീയക്കാരും സിനിമ കാണാൻ പോകും. അദ്ദേഹത്തെ ഒരു കലാകാരനായി കണ്ടാതിരിക്കുമ്പോൾ അദ്ദേഹം എൻ്റെ മതത്തെ സ്നേഹിക്കുന്നു എന്ന് നാണമില്ലാതെ, ഞാൻ ജനിച്ച ജാതീയ സമുദായത്തെയും ഛേദിക്കുന്നു നാണമില്ലാതെ പറയുന്നത് അറപ്പ് തോന്നുന്ന രാഷ്ട്രീയമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അദ്ദേഹം രാഷ്ട്രീയത്തിൽ വരുന്നതുകൊണ്ടല്ല, അവരൊക്കെ വരാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ജനം എല്ലാവരുടെയും സ്വത്തായിരിക്കണം. ഇപ്പോൾ ഞാൻ രാഷ്ട്രീയത്തിൽ വന്നിട്ട് 23 വർഷം കഴിഞ്ഞ്, ഞാൻ 23 വർഷമായിട്ട് MLA ആണ്. എന്നെ ഒരു ജാതിയുടെ മതത്തിൻ്റെ ആളായിട്ട് കാണുന്നില്ല. ഞാൻ NSS-ൻ്റെ താലൂക്ക് പ്രസിഡന്റാണ്, ഭാരവാഹിയാണ്. ഞാൻ വിളിച്ച സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കും. മറ്റുള്ളവർക്ക് എന്നെ കൊണ്ടൊരു ശല്യമില്ലല്ലോ, അതുകൊണ്ട് അതിൻ്റെ പേരും പറഞ്ഞ് മറ്റുള്ളവർക്ക് ശല്യമുണ്ടോ? ഇല്ല. അപ്പോൾ മന്നത്ത് പത്മനാഭൻ പറഞ്ഞിരിക്കുന്നതും മറ്റുള്ളവരെ ഇതിൻ്റെ പേരും പറഞ്ഞ് നമ്മുടെ സമുദായം നന്നാവാൻ മറ്റുള്ളവരെ ശല്യം ചെയ്യരുത്, മര്യാദയ്ക്ക് അവനവൻ്റെ കാര്യം നോക്കിക്കോണമെന്നാണ്. അല്ലാതെ അതൊരു ഇഷ്യൂ ആയിട്ട് എടുത്തിടിച്ചിട്ട് ഭയങ്കര പൊങ്ങച്ചമായിട്ട് പറയുകയും മറ്റുള്ളവരെല്ലാം ഒഴിഞ്ഞു പോകണം എന്നുള്ള മട്ടിൽ ഒരു അറ്റത്ത് സംസാരിക്കുക, മറുവശത്ത് പോയിട്ട് പള്ളിയിൽ കയറുക, മോസ്കിൽ കയറുക, അവിടുത്തെ ഒരു വേഷം കെട്ടുകൾ കാണിക്കുക, അതിനെ നമ്മൾ കളിയാക്കുള്ളൂ. അല്ലാതെ ഞാനിതിന് വ്യക്തിപരമായിട്ട് എന്ത് കാര്യം അതൊന്നുമില്ല. പക്ഷെ വ്യക്തിപരമായി ഒരു നടന്, ഒരു കലാകാരന് ജാതിയുണ്ട്, അല്ലെങ്കിൽ കലയ്ക്ക് ജാതിയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് എനിക്കിഷ്ടമല്ലാതെ, അല്ല വേറെ കാര്യമൊന്നുമില്ല. വേറെ എന്തോ വണക്കം. ഇപ്പോൾ പലരും രാഷ്ട്രീയത്തിൽ വന്നില്ലേ, ജഗദീഷ് എനിക്കെതിരെ വന്ന് മത്സരിച്ച് എന്താ എതിര് പറഞ്ഞാൽ ഞാൻ ഒരക്ഷരം ഞാൻ വേണ്ടിയില്ല. അദ്ദേഹം എനിക്കെതിരെ മത്സരിച്ച ആളാണ്, ഭീമൻ്റെ എനിക്കെതിരെ മത്സരിച്ചു. ഞാൻ എന്തെങ്കിലും ഒരു എതിരഭിപ്രായം പറഞ്ഞു? ഞാൻ ഒരു കലാകാരനിൽ പാടില്ലാത്തൊരു കാര്യം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, അത് ചിന്തിക്കൂ, മലയാളികൾ ചിന്തിക്കൂ. ഒരു കലാകാരന് ജാതി മത ചിന്തകൾ അദ്ദേഹം തുറന്നു പറയണം. കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ മതത്തെ, ഹിന്ദു മതത്തെ വല്ലാതെ സ്നേഹിക്കുന്നു. അതൊന്നും തെറ്റില്ല. പക്ഷേ ഹിന്ദുത്വ അജണ്ട, ഭാരതം ഒരു ഹിന്ദു രാജ്യമാക്കുമെന്ന അജണ്ട പറ്റില്ല. എല്ലാവരും വേണം ഇവിടെ, എല്ലാവർക്കും സ്വാതന്ത്ര്യം. നമ്മളെ ഭരണഘടന അനുസരിച്ച് എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്, എല്ലാവർക്കും ധൈര്യമായിട്ട് ജീവിക്കാൻ കഴിയുന്നതാണ്. നമ്മൾ 200 കൊല്ലത്തിലധികം വിദേശീയൻ്റെ അടിമയായി ഭയന്ന് ജീവിച്ചവരാ. ഇനി ഇവിടെ ഉള്ളവന്മാരുടെ അടിമയായിട്ട് ഇനി ഭയന്ന് ജീവിക്കാൻ പറ്റില്ല, പ്രയാസം തന്നെ. ഞാൻ പറയില്ല, കോൺഗ്രസ് ആത്മവിശ്വാസം ഇല്ലല്ലോ,
ഉണ്ടെങ്കിൽ ഇത് പറയൂ. കോൺഗ്രസിന്റെ അണികളിൽപ്പെട്ട താഴത്തെ നേതൃത്വത്തിൽപ്പെടുന്ന ചെറുപ്പക്കാർ ഇങ്ങനെ ഒരു അഭിപ്രായമാണ് പറയുന്നതെങ്കിൽ അത് ആത്മവിശ്വാസം മാത്രമല്ല, സംസ്കാരവും കുറഞ്ഞു. മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും സർദാർ വല്ലഭായ് പട്ടേലും ഒക്കെ ഉണ്ടായിരുന്ന ഒരു പാർട്ടി, രാജ്യത്തിന് അഭിമാനമായ ബ്രിട്ടീഷുകാരൻ്റെ പോലും ആദരവ് പിടിച്ചു പറ്റിയ മഹാത്മാഗാന്ധി ജവഹർലാലിനെ പോലെ ആളുകൾ ഉണ്ടായിരുന്ന ഒരു പാർട്ടി, ശൈലജ ടീച്ചർക്കെതിരെയൊക്കെ അടിച്ചിറക്കുന്ന സാധനങ്ങളും അതിൻ്റെ അടിയിൽ വരുന്ന ആ ട്രോളുകളുടെ അടിയിൽ വരുന്ന വളരെ സഭ്യമായ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്കാരം വിളിച്ചോതുന്ന അതിൻ്റെ ആ ഒരു കമൻറ്റുകളൊക്കെ അവരെവിടെ എത്തി നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാൻ മലയാളിക്കൊരു അവസരമാണ്. ഇന്ത്യയിൽ ഈ പാർട്ടിയുടെ സ്ഥിതി എന്താണ് എന്ന് മനസ്സിലാക്കുക. കെജ്രിവാളിനെതിരെ പരാതി കൊടുത്തു, അഴിമതിക്കാരനാണെന്ന്. ആ കെജ്രിവാൾ എന്തെങ്കിലും ഐഡിയോളജി ഉണ്ടോ എന്ന് അറിയാൻ പറ്റില്ല. കെജ്രിവാളിനെ പിടിച്ച് ഇലക്ഷൻ കഴിയുന്നവരെ ജയിലിലിട്ടിരിക്കുകയാണ്. കാരണം നരേന്ദ്രമോദിക്കെതിരെയും ഇന്ത്യയിലെ BJP സർക്കാരിനെതിരെയും ഇന്ത്യയിൽ ഉയർന്നു കേൾക്കുന്ന ഒരു ശബ്ദത്തിൻ്റെ ഉടമയാണ് കെജ്രിവാൾ എന്നാണ് വിശ്വസിക്കുന്നത്. ആ കെജ്രിവാളിനെ അതിശക്തമായി ഈ വർഗീയതയും ഈ നരേന്ദ്രമോദി സർക്കാരിനെ എതിർക്കുന്ന കെജ്രിവാൾ തിരഞ്ഞെടുപ്പ് കഴിയുന്നവരെ പുറത്തു വരത്തില്ല. ഒരു അങ്ങനെ ആഗ്രഹിക്കുകയും വേണ്ട. ഈ ഇലക്ഷൻ്റെ എല്ലാ പോളിംഗ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പുറത്തു വരത്തില്ല. അപ്പോൾ അദ്ദേഹം ജയിലിലായി. അദ്ദേഹത്തെ ജയിലിലാക്കുന്നതിൽ മുൻകൈ എടുക്കാൻ ആദ്യം നിന്ന് കോൺഗ്രസ്സുകാരായിരുന്നു. പിന്നെ 4-5 സീറ്റിൻ്റെ കാര്യത്തിൽ ഒരു അലയൻസ് ഉണ്ടായതിനു ശേഷം പറഞ്ഞു അയ്യോ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ശരിയായില്ല. അപ്പം ഇവിടെ വന്ന് സഖാവ് പിണറായി വിജയനെ, കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ജയിലിലാക്കണം എന്ന് ഇയാൾ പറയാം. ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഈ മഹാൻ ഏത് ടീമിലാണ്? ഏതാ ടീം? മനസ്സിലായില്ല. എന്ത് ഇന്ത്യ മുന്നണി? ഏത് ടീമിലാണ് പുള്ളി? വടക്കേ ഇന്ത്യയിൽ നിന്നാൽ എവിടെ നിന്നാലും തോറ്റുപോകുന്നുള്ള ധൈര്യമുള്ളത് കൊണ്ടല്ലേ അദ്ദേഹം കേരളത്തിൽ വന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരാൾ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരാൾ, കുടുംബത്തിന് വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവിൻ്റെ നമ്മൾ കണ്ടല്ലോ ഇപ്പോൾ ഇലക്ട്രോൾ ബോണ്ട് വന്നു. അല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗം ആയ വളരെ അടുത്ത ഒരാൾ, അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന കമ്പനി 170 കോടി രൂപയാണ് 170 കോടി രൂപയാണ് BJPക്ക് ഇലക്ട്രൽ ബോണ്ടിലൂടെ സംഭാവന ചെയ്തത്. ഇത് പുറത്തു വരും എന്ന് കൊടുത്തവനും വിചാരിച്ചില്ല, വാങ്ങിച്ചവരും വിചാരിച്ചില്ല. 8,000 കോടിയിൽ 170 കോടി എന്ന് പറയുന്നത് ശ്രീ രാഹുൽ ഗാന്ധിയുടെ അടുത്ത ബന്ധു നേതൃത്വം കൊടുക്കുന്ന കമ്പനി നൽകിയ പണമാണെന്ന് ഇപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയാണല്ലോ പുറത്തുണ്ട്. നമ്മളൊന്നുമല്ലല്ലോ. സുപ്രീം കോടതി കർശന നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വിവരങ്ങൾ പുറത്തു വിട്ടപ്പോൾ ഈ മാന്യൻ 170. അപ്പോൾ കോൺഗ്രസ് ഭരിക്കുമ്പോൾ ലാഭമാണ്. കാരണം അവരുടെ നേതാവല്ലേ, ഫാമിലി അല്ലേ, കുടുംബം. അപ്പം അപ്പുറത്തായതുകൊണ്ട് അവിടെ പൈസ കൊടുത്തിട്ട് നാണമില്ലാതെ കാര്യം സാധിക്കുന്ന ഒരു, നമ്മൾ ഈ BJP സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തെ ജയിലിലിടുന്നൊക്കെ നമ്മൾ കേട്ടിരുന്നു. അദ്ദേഹം വളരെ സന്തോഷമായിട്ട് ചിറകടിച്ച് പറക്കുകയാണ്. ആ പാർട്ടി ചേർന്നില്ല എന്നുള്ളത് ഒഴിച്ചാൽ ആ പാർട്ടിക്ക് വളരാനുള്ള 170 കോടി അദ്ദേഹത്തിൻ്റെ കമ്പനി കൊടുത്തില്ല. ഇതൊക്കെ എന്ത് രാഷ്ട്രീയമാണ് എനിക്ക് മനസ്സിലായില്ല. ആരൊക്കെ എതിര് എന്ന് മനസ്സിലായില്ല. പക്ഷെ ഞങ്ങൾ വർഗീയതയ്ക്ക് എതിരാണ്, ഞങ്ങൾ ഉറപ്പിച്ച് പറയാം. പക്ഷെ മറ്റവരുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. മിത്രങ്ങളാണോ ഇവർ, ശത്രുക്കളാണോ? ശത്രുവിൻ്റെ പാളയത്തിൽ പണം കൊണ്ടു കൊടുക്കുക, ഇതിനപ്പം മിത്രമാണോ ശത്രുവാണോ? അത് കണ്ടുപിടിക്കണം. ജനങ്ങൾ ഇതൊക്കെ തിരിച്ചറിയണം. വടക്കേ ഇന്ത്യയിലുള്ള പാവങ്ങളെ പറ്റിക്കാൻ പറ്റും, പക്ഷെ കേരളത്തിലെ ജനങ്ങളെ അങ്ങനെ പറ്റിക്കാൻ പറ്റത്തില്ല. നല്ല രാഷ്ട്രീയ ബോധമുള്ളവരാണ് നമ്മൾ ആൾക്കാർ. ഇതൊക്കെ പ്രൊപ്പഗൻഡയാണ്. ഇനിയിപ്പോൾ ബാബറി മസ്ജിദ് പൊളിച്ചതിനും അവിടെ രാമക്ഷേത്രം വന്നതും ഒരു മഹത്തായ കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സിനിമ വരാൻ പോകുന്നുണ്ട്. അതും BJPയുടെ കർട്ടന് പിന്നിൽ ഒരുങ്ങുകയാണ്. തിരഞ്ഞെടുപ്പിന് മുമ്പ് റെഡിയാവാത്തതുകൊണ്ടല്ലേ അതും കൊണ്ടുവന്നേനെ. അത് വരും. കാരണം വെച്ചാൽ ഇത്തരം സിനിമകൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലൊന്നും നമ്മൾ കൈയടക്കുന്നില്ല. പക്ഷേ മനുഷ്യനെ തമ്മിൽ അകറ്റുന്ന കഥാതന്തുക്കൾ ഒരു കലാസൃഷ്ടി എന്ന നിലയിൽ കൊണ്ടുവരാൻ പാടില്ല. കലാകാരനാണ് ശ്രദ്ധിക്കേണ്ടത്. കാശ് കിട്ടിയാൽ ആരെപ്പറ്റിയും സിനിമ എടുക്കും എന്ന് പറയുന്നവർ അതങ്ങ് ചെയ്യും. പക്ഷേ ഒരു കഥാകാരൻ്റെ സൃഷ്ടി എന്ന് പറയുന്നത് മനുഷ്യനെ കലഹിപ്പിക്കുന്നതാവരുത്, മനുഷ്യനെ യോജിപ്പിക്കുന്നതാണ്. അപ്പം ഞാൻ പറയാം, സംഗീതം, യേശുദാസ് എന്ന് പറയുന്ന ഗാനഗന്ധർവനായ യേശുദാസിൻ്റെ സംഗീതം മലയാളിയെ ഒന്നിപ്പിച്ചു. ഒരു സ്ഥലത്ത് മലയാളിയുടെ ഗാനഗന്ധർവനായ യേശുദാസ് മാറി. ലോകത്തെമ്പാടുമുള്ള മലയാളിയെ ഒന്നിപ്പിച്ചു. മമ്മൂട്ടി, മോഹൻലാൽ, ഈ കലാകാരന്മാരൊക്കെ നമ്മളെന്താണ്, അവരുടെ മുന്നിൽ അവരുടെ പേരിൽ മലയാളി ലോകത്തെമ്പാടുമുള്ളവരങ്ങ് ഒന്നിക്കുക. അപ്പം കലാകാരൻ എന്ന് പറയുന്നത്, സാഹിത്യകാരൻ എന്ന് പറയുന്നത് ഒന്നിപ്പിക്കേണ്ടവനാണ്, വിദ്വേഷം പരത്തേണ്ടതല്ല. കാശ് കിട്ടിയാൽ വിദ്വേഷം പരത്തുന്ന സിനിമകൾ, പരസ്പരം വർഗീയമായ അകൽച്ചയുണ്ടാക്കുന്ന, മനുഷ്യനെ അകറ്റുന്ന സിനിമകൾ ഉണ്ടാക്കാൻ കഴിയും എന്ന് തെളിഞ്ഞതിൽ സന്തോഷം. അത് കണ്ടതുകൊണ്ടൊന്നും ആരും വോട്ട് ചെയ്യത്തില്ല. ഇവിടെ കാര്യമൊക്കെ അറിയാവുന്നവരാണ്. ഒരു സിനിമ കണ്ടുകൊണ്ട് മാറി വോട്ട് ചെയ്യണമെങ്കിൽ പിന്നെ കൊള്ളാമല്ലോ, അതൊന്നും ചെയ്യില്ല. സിനിമ അതൊക്കെ തമിഴ്നാട്ടിലൊക്കെ MGRൻ്റെ കാലത്തൊക്കെ അങ്ങനത്തെ സിനിമകളല്ല.
എം.ജി.ആർ ഒരു നല്ല വ്യക്തിയാണ് എന്ന് മനസ്സിൽ പതിയുന്ന തരത്തിലുള്ള കഥകളും കഥാപാത്രങ്ങളും വന്നു കാലാന്തരത്തിലാണ്, ഒരു സിനിമ കൊണ്ടൊന്നും. അപ്പം അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ് എന്ന് അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിലൂടെ മനുഷ്യൻ്റെ മനസ്സിൽ ഒരു ചിന്തയുണ്ടായി. നല്ല മനുഷ്യൻ തന്നെയായിരുന്നു. ആ ഒരു സിനിമയിൽ കാണിച്ച വാല്യൂസ് എല്ലാം അദ്ദേഹത്തിൻ്റെ മരണം വരെയും തുടർന്നു പോയിരുന്നു. അത് നമ്മൾ ആലോചിക്കണം. എം.ജി.ആർ ചുമ്മാ ഒരാളല്ല. എം.ജി.ആർ കഥാപാത്രങ്ങളിലൂടെ മെനഞ്ഞെടുത്ത അദ്ദേഹത്തിൻ്റെ ഇമേജ്, ആ ഇമേജ് ഒരു സത്യസന്ധമായ ഇമേജാണ്. അദ്ദേഹം മതേതരത്തിന് വേണ്ടി നിന്ന ആളാണ്, തമിഴ്നാട്ടിലെ ജനതയ്ക്ക് വേണ്ടി ജീവിച്ച ആളാണ്, പാവപ്പെട്ടവന് വേണ്ടി നിന്ന ആളാണ്. ഇതൊക്കെ അദ്ദേഹം സിനിമയിൽ കാണിച്ച അതേ കാര്യങ്ങൾ ആ ആദർശം തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലും മരിക്കുന്നവരെയും അദ്ദേഹം പുലർത്തി. അതാണ് അദ്ദേഹത്തിൻ്റെ വിജയം. അല്ല സിനിമ കണ്ട് ആരെങ്കിലും. അപ്പോൾ ശ്രീമതി ജയലളിത വന്നു, അവർ അനേക വർഷം മുഖ്യമന്ത്രിയായിരുന്നു, മരിച്ചുപോയി. പക്ഷെ എന്നാലും അവരെ സംബന്ധിച്ച് ഒരു സിനിമ എന്നുള്ള അവർ ഡാൻസ് ചെയ്തു, പാട്ട് ചെയ്തു, അവർ അട്രാക്ഷനായിരുന്നു. ജനങ്ങളുടെ മനസ്സിലൊരു ആരാധനയുള്ള ഇഷ്ടമുള്ളൊരു കഥാപാത്രമായിരുന്നു. പക്ഷെ ആ ഇഷ്ടം അവരുടെ രാഷ്ട്രീയ പ്രവർത്തക എന്നുള്ള പ്രവൃത്തിയിലും അത് പ്രതിഫലിച്ചത് കൊണ്ടാണ് അവർ നിലനിൽക്കാൻ കഴിഞ്ഞത്. അതിൽ എൻ.ടി.ആർ. രാമറാവു പരാജയപ്പെട്ടു. എൻ.ടി.ആർ. രാമറാവു ആദ്യം വന്നു, അദ്ദേഹം ആ സിനിമയുടെ അട്രാക്ഷനിൽ അദ്ദേഹത്തോട് ആരാധന, ദൈവത്തിനെ പോലെ കണ്ട് അദ്ദേഹത്തെ വെച്ചു. പക്ഷെ അദ്ദേഹം ശ്രീരാമനുമല്ല വിഷ്ണുവുമല്ല എന്ന് തെളിയിച്ചവൻ പൊളിഞ്ഞുപോയി. അതവിടെ പൊളിഞ്ഞു. തമിഴ്നാട്ടിൽ അത് വിജയിച്ചത് ആ കഥാപാത്രമാണ്. കാരണം ഉച്ചക്കഞ്ഞി അടക്കമുള്ള കുഞ്ഞുങ്ങൾക്ക് ഉച്ചഭക്ഷണം അടക്കമുള്ള ആശയങ്ങൾ എം.ജി.ആറിൻ്റെ കാലത്ത് തന്നെ കൊണ്ടുവന്നത് ശ്രീമതി ജയലളിതയായിരുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ഇതിന് വേണ്ടിയിട്ട് ഒരു വേഷം, തൃശ്ശൂരെത്തുമ്പോൾ ഒരു വേഷം, കൊല്ലത്തെത്തുമ്പോൾ ഒരു വേഷം, അതിലൊക്കെ അതൊക്കെ മലയാളിക്ക് മനസ്സിലാവും. ഒരു കേന്ദ്ര ഗവൺമെൻറ് നയമൊന്നും നമ്മളെ ബാധിച്ചിട്ടൊന്നുമില്ല. കാരണം വെച്ചാൽ നമ്മൾ കടമെടുത്ത് ജീവിക്കുന്ന ഒരു പാവപ്പെട്ടവനാണ് KSRTC. അപ്പം കടമെടുക്കാനുള്ള ഒരു തടസ്സം ഉണ്ടായിരുന്നു. അതിപ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടപെട്ട് അതിപ്പം മാർച്ച് 31 വരെ ദൂരീകരിച്ചു. കാര്യങ്ങൾ ഇനി നന്നായി നടക്കും. ഒരു 6 മാസത്തിനുള്ളിൽ KSRTCയിൽ ഈ ഗൂഗിൾ പേ എന്ന് മാത്രമല്ല, ഒരു ടോട്ടൽ ഡിജിറ്റലൈസേഷൻ വരും. അതായത് ബസ് വരുന്ന സമയം, ബസ് വരുന്നത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ വേർ ഈസ് മൈ ട്രെയിൻ എന്ന് നോക്കുന്നത് പോലെ ബസ് വരുന്നതും പോകുന്നതും ബസ്സിനകത്ത് സീറ്റ് ഉണ്ടോ എന്നും ഒക്കെ നിങ്ങൾക്ക് മൊബൈൽ ആപ്പിൽ കാണാൻ കഴിയും. അതിൻ്റെ ട്രയൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്ന് ഏകോപിപ്പിക്കുന്ന ഒരു പണിയുണ്ട്. 2 മാസം എടുക്കും. 2-3 മാസത്തിനുള്ളിൽ അത് ഞങ്ങൾ എല്ലാ ഓഫീസുകളും കമ്പ്യൂട്ടറൈസ് ചെയ്യാം. അതായത് ഹെഡ് ഓഫീസ് ഓൾമോസ്റ്റ് കമ്പ്യൂട്ടറൈസേഷൻ പൂർത്തിയാക്കാൻ കഴിഞ്ഞു. വളരെ കുറച്ച് സമയം. ഇപ്പം പലതും പർച്ചേസ്, സെയിലെല്ലാം ഞാൻ വന്നതിന് ശേഷം കഴിഞ്ഞ 3 മാസം കൊണ്ട് ഞങ്ങളെല്ലാം കമ്പ്യൂട്ടറിലാക്കി. ഇപ്പോൾ പർച്ചേസ് ചെയ്യാനും മനുഷ്യന് അധികാരമില്ല, ഉദ്യോഗസ്ഥന് അധികാരമില്ല. പണം കൊടുക്കാനും ഉദ്യോഗസ്ഥന് അധികാരമില്ല. നിലയിലേക്ക് പെട്ടെന്ന് തന്നെ മാറ്റി. അപ്പോൾ അതുകൊണ്ട് എല്ലാ സപ്ലയേഴ്സിനും പെട്ടെന്ന് പേയ്മെൻറ്റ് കിട്ടും. കടങ്ങൾ പലതും തീർത്തു തുടങ്ങി. തൊഴിലാളിയുമായി ബന്ധപ്പെട്ട കടങ്ങൾ പലതും തീർത്തു തുടങ്ങി. മറ്റു കടങ്ങൾ തീർക്കാൻ എളുപ്പമല്ല. പക്ഷേ മിച്ചം കിട്ടുന്ന പൈസ കൊണ്ട്, ഇപ്പോൾ സ്ക്രാപ്പ് വിറ്റ് പൈസ കിട്ടിയാൽ ആ പണം കൊണ്ട് തൊഴിലാളികളുടെ പേരിൽ വന്നിട്ടുള്ള തൊഴിലാളികളുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കുകയും ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് അടയ്ക്കാതിരിക്കുകയും ചെയ്ത കുറച്ച് കടങ്ങളാണ്. അത് കുറച്ച് തീർത്തു തുടങ്ങിയിട്ടുണ്ട്. അതും വലിയ തുകയാണ്. പക്ഷേ എന്നാൽ പ്രോവിഡൻറ്റ് ഫണ്ട് പിടിക്കുന്നു, അടയ്ക്കുന്നില്ല, അങ്ങനെയൊക്കെ വരില്ലേ. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് മിച്ചം വരുന്ന പൈസ കൊണ്ട് തൊഴിലാളികളുടെ ഈ ഒരു പ്രശ്നം, ജീവനക്കാരെ സംബന്ധിച്ച് ഈ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത്. അവർ പല ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്, അവരുടെ സിബിൽ സ്കോർ പോവും, അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് മാറ്റി കൊടുക്കാനുള്ള ശ്രമത്തിലാണ്. 2017-18 ശേഷം ഒരു പൈസയും തൊഴിലാളികളിൽ നിന്ന് പിടിച്ചെടുത്ത പൈസ ഇവിടെ അടച്ചിട്ടില്ല. അപ്പോൾ അതിപ്പോൾ തിരിച്ച് അടയ്ക്കാൻ തുടങ്ങി. ആ ലൈബിലിറ്റീസ് എല്ലാം തീർക്കും. KSRTCക്ക് റിസർവ് ബാങ്കിലുണ്ടായിരുന്ന നിരോധനം നീക്കി. ഇനി KSRTC ലോൺ എടുക്കാൻ പറ്റും. പക്ഷെ ഇപ്പോൾ തൽക്കാലം ലോൺ എടുക്കുന്നില്ല. എടുത്ത ലോൺ തന്നെ ഒരു ദിവസം 1 കോടിയിലധികം രൂപ, 1,90,00,000 രൂപ വരെ ഒരു ദിവസം അടയ്ക്കുന്നുണ്ട്. കൃത്യമായി അടയ്ക്കുന്നുണ്ട്. അത് ശരിയായി വരും. എല്ലാം KSRTC ഒരു വളരെ ഹൈടെക്കായി മാറും. വളരെ 6 മാസത്തിനകം ടോട്ടൽ ഹൈടെക്കായി മാറും. കാരണം ഒരു ന്യൂ ജനറേഷന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു സർവീസായി മാറും. ഈ വഴിയിൽ അനാവശ്യമായിട്ട് കിടക്കുന്നതെല്ലാം ഒഴിവാക്കും. പരമാവധി KSRTC പുതിയ വണ്ടികളിലേക്കും ഒക്കെ വരും. വലിയൊരു മാറ്റം. ഗൂഗിൾ പേ മാത്രമല്ല, വലിയൊരു മാറ്റം. നിങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്തിട്ട് ബസ്സിനകത്ത് ആഹാരം കഴിക്കാൻ വരെ സൗകര്യമുണ്ടാകും. അത്യാവശ്യം ലൈറ്റായിട്ടുള്ള വെള്ളം, അങ്ങനെയുള്ള സാധനങ്ങൾ, ബിസ്ക്കറ്റ്, അങ്ങനെയുള്ള സാധനങ്ങൾ, സ്നാക്സ് ഒക്കെ കിട്ടുന്ന സംവിധാനം വരെ ദീർഘദൂര സർവീസിലേക്ക് വരും. വലിയൊരു ചേഞ്ച് വരും. KSRTC ഇന്ത്യയിലെ ഓരോ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനും നടപ്പിലാക്കാത്ത ചില പരിപാടികൾ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മദ്യപിച്ചവരെ പരിശോധിച്ചു എന്ന് പറയുന്നത്. അതായത് യാത്രക്കാരൻ ഈ വാഹനത്തിൽ സുരക്ഷിതരാണെന്നും അവർക്ക് ആപത്തൊന്നും സംഭവിക്കില്ല, നമുക്ക് ധൈര്യമായിട്ട് പോകാം, കൃത്യസമയത്ത് ഇത് വരുമെന്നും കൃത്യസമയത്ത് എത്തേണ്ടത് എത്തിക്കുമെന്നും തെളിയിച്ചു കഴിഞ്ഞാൽ KSRTC കളക്ഷനൊക്കെ ഇന്ന് കാണുന്നതിനേക്കാൾ വളരെ ആളുകൾ പൊതുഗതാഗതത്തെ ആശ്രയിക്കും. വീട്ടിലെ കാറ് വീട്ടിലിട്ടിട്ട് ഇതിൽ കയറി പോകും.
അതിലേക്ക് കൊണ്ടുവരും. 6 മാസം കൊണ്ട് ഞങ്ങൾ ലാഭമൊന്നും ആവുന്നില്ല, പക്ഷേ ഈ സർവീസുകൾ ഒന്ന് എഫിഷ്യൻ്റായിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ലാഭമൊന്നും ആവത്തില്ലെങ്കിലും ബസ്സിൽ കയറാം, യാത്ര ചെയ്യാം, അന്തസ്സായിട്ട് യാത്ര, ഉടുപ്പഴുക്കാവാതെ സമയത്തിനെത്താം. ഞാൻ ബുക്ക് ചെയ്തിട്ട് ചെല്ലുമ്പോൾ വണ്ടി ഇല്ലയെന്ന് പറയില്ല. ആ സാഹചര്യങ്ങളൊക്കെ മാറ്റും. ഇപ്പോൾ ബുക്ക് ചെയ്തിട്ട് ചെല്ലുമ്പോൾ വണ്ടി ഇല്ലയെന്ന് പറയുന്ന സംഭവങ്ങൾ അതൊക്കെ മാറ്റി നന്നായി പെരുമാറുന്ന തൊഴിലാളികളും അങ്ങനെ ഒരു നല്ല അന്തരീക്ഷത്തിലായിരിക്കും ഒരു 6 മാസം പോകാൻ പോകുന്നത്. നേരത്തെ ബസ് എത്തുന്ന സമയം അറിയാൻ പറ്റും. ബസ് അടുത്ത സ്റ്റേഷനിലേക്ക് വരുമ്പോൾ അവിടെ എഴുതി കാണിക്കും, ഇന്ന ബസ് 10 മിനിറ്റിനുള്ളിൽ ഇവിടെ എത്തുന്നുണ്ട്. അങ്ങനെയുള്ള ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വരും. പരമാവധി ബസ് സ്റ്റേഷനുകൾ നവീകരിക്കും. അതിനൊക്കെ നടപടി വളരെ വേഗത്തിലാക്കിയിരിക്കുകയാണ്. എല്ലാ റെസ്റ്റോറൻറ്റുകളും ക്യാൻറ്റീനുകൾ റെസ്റ്റോറൻറ്റുകളായി മാറും. ആർക്കാണോ പുറത്ത് റെസ്റ്റോറൻറ്റ് നടത്തി പരിചയമുള്ളവർ, ഇപ്പം വെയിറ്റേറിനാവട്ടെ നോൺ വെയിറ്റേറിയൻ നടത്തി പരിചയമുള്ളവർക്ക് ആ സ്ഥലം നടത്താനും കൊടുക്കുക വാടകയ്ക്ക്. അതിനകത്ത് അപ്പം ലേഡീസിൻ്റെ ടോയ്ലറ്റും വാഷ്റൂമും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ടാവും. അപ്പോൾ അവിടെ കാര്യം നല്ല ഭക്ഷണം കഴിക്കാം, അതൊക്കെ ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഉപയോഗിക്കാം. അങ്ങനെ അവർ നല്ല ഫുഡ് കൊടുക്കുമല്ലോ. അത് നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫുഡ് സേഫ്റ്റി മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ടുള്ള നല്ല റെസ്റ്റോറൻറ്റിനകത്തെ കിച്ചണും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് നമുക്ക് കാണിച്ചു തരണം അപ്രൂവൽ വാങ്ങുമ്പോൾ. അല്ല എന്തെങ്കിലും തട്ടിക്കൂട്ടാൻ പറ്റില്ല. ഞാൻ പരിപാടിയില്ല. KSRTC എന്തെങ്കിലും കൊടുക്കുന്ന ക്യാൻറ്റീനുകൾ അവസാനിപ്പിക്കുക. ഫെസിലിറ്റിയാണ് കൊടുക്കുന്നത് യാത്രക്കാർ. അത് നന്നായി വരും എന്ന് പ്രതീക്ഷിക്കുന്നു.